നീറ്റ് നിർബന്ധമാണോ? നിർബന്ധമില്ല, നിർബന്ധവുമാണ്. ഇത് ഞാൻ ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്. ഇതെന്തൊരു ഉത്തരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ആ കുട്ടി ചോദിച്ചെന്താണെന്നറിയോ? ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചറൽ അലോട്ട്മെന്റിന് നീറ്റ് നിർബന്ധമാണോ? ഞാൻ പറഞ്ഞു നിർബന്ധമല്ല. കാരണം എന്താ? ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ടഡ് ആയ സീറ്റുകളിൽ ഐക്കാർ നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ നീറ്റ് എക്സാമിനേഷൻ വേണ്ടേ വേണ്ട. പിന്നെ വേണ്ടത് എന്താ? CUET അപ്ലൈ ചെയ്യാന്നുള്ളതാണ്, അപ്പിയർ ചെയ്യാന്നുള്ളതാണ്. അപ്ലൈ ചെയ്യുക, അപ്പിയർ ചെയ്യുക. CUETയിലെ സ്കോറിനനുസരിച്ചാണ് ഓൾ ഇന്ത്യ തലത്തിൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ഇനി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? കേരളത്തിലുള്ള അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്ട്രി, ബയോടെക്നോളജി പ്രോഗ്രാമുകളുടെ എൻട്രി റിക്വയർമെന്റ് നിർബന്ധമായിട്ടും നീറ്റ് ക്വാളിഫൈഡ് ആവണം എന്ന് മാത്രമല്ല, കീമിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നീറ്റ് റാങ്ക് സബ്മിറ്റ് ചെയ്ത് കേരള റാങ്ക് ക്രിയേറ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. നീറ്റ് നിർബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓൾ ഇന്ത്യ തലത്തിലുള്ള അഖിലേന്ത്യാ കോട്ട സീറ്റുകൾ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് നിർബന്ധമായിട്ടും നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതുവഴിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ഒരു പക്ഷേ ഈ നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന പ്രഥമമായും ഈ ഒരു അഖിലേന്ത്യാ അലോട്ട്മെന്റിന് തന്നെയാണ്. അതിനെ വീണ്ടും സ്റ്റേറ്റിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റിലുള്ള MBBS, BDS, ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ പോലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾക്ക് നീറ്റ് നിർബന്ധമാണ്. നീറ്റിൻ്റെ പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൺവേർട്ട് ചെയ്ത് കേരള റാങ്ക് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. കീമിൽ മെഡിസിന് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സാമിനേഷൻ വേറെ ഇല്ല. എഞ്ചിനീയറിംഗിന് എക്സാമിനേഷൻ ഉണ്ട്. എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് നടത്തുന്ന അതുവഴിയാണ്. ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. ഈ അടുത്ത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി BPT പോലുള്ള കോഴ്സുകൾക്ക് നീറ്റ് നിർബന്ധമാക്കിയിരുന്നു. പിന്നീട് ഒരു നോട്ടീസ് കൊണ്ടുവന്നിട്ട് ഈ വർഷം അത് നിർബന്ധമാക്കിയിട്ടില്ല എന്ന രീതിയിൽ നോട്ടിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെയും നിർബന്ധമില്ല. ഇനി ജിപ്മർ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്ഥാപനമാണ്, മെഡിക്കൽ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് ജിപ്മർ. ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയും ജിപ്മർ. അവർ കൊടുക്കുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ 13-ലധികം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് നടത്തുന്നത് ജിപ്മർ തന്നെയാണ് അത് നടത്തുന്നത്. അത് നീറ്റ് മാർക്ക് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജിപ്മറിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അതിൽ നമ്മൾ നീറ്റ് റാങ്ക് മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ VCI നടത്തുന്ന അഖിലേന്ത്യാ കോട്ട അലോട്ടഡ് സീറ്റുകളിലേക്കുള്ള, വെറ്റിനറി സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതും നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ വളരെ കൃത്യമായി നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ AFMC നടത്തുന്നത്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അലോട്ട്മെന്റ് നടത്തുന്നത് നീറ്റ് റാങ്ക് വഴിയാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് MCC വഴിയാണെങ്കിലും അലോട്ട്മെന്റ് പ്രോസസ്സും സെലക്ഷനും നടത്തുന്നത് നേരിട്ട് AFMC ആണ്. അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം നടത്തുന്നതും ഈ നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അത്തരം ഇപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ ഒരുപാടല്ല, എല്ലാ സ്റ്റേറ്റുകളും നീറ്റ് മാർക്കിൻ്റെയും റാങ്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതത് സ്റ്റേറ്റുകളുടെ MBBS അലോട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചിലയിടത്ത് നീറ്റ് നിർബന്ധമില്ലാത്ത ചില മേഖലകൾ കാണാം, പക്ഷെ അത് വളരെ കുറവാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീറ്റ് നിർബന്ധമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, പുറത്തേക്ക് നിങ്ങൾ മെഡിസിൻ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ ആയുഷ് കൗൺസിലിംഗ് നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോയും അതുപോലെ സിദ്ധ, യുനാനി മെഡിസിൻ ഒക്കെ പോലുള്ള കോഴ്സുകൾക്ക് സിദ്ധയില്ല, യുനാനി മെഡിസിൻ പോലുള്ള കോഴ്സുകൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നത് നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ച് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ പുലർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്.
ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ അലോട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആ ഗ്രൂപ്പിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇതിൽ തന്നെ ഈ അഗ്രികൾച്ചർ ആണോ, ഫിഷറീസ് ആണോ, വെറ്റിനറി ആണോ, ഫോറസ്ട്രി ആണോ, MBBS ആണോ, ബീഫാം ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതിൽ അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരിയർ ഗുരു സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു അഭിരുചി പരീക്ഷയൊക്കെ ചെയ്യുക. കരിയർ ഗുരു ഏറ്റവും ശാസ്ത്രീയമായ അഭിരുചി പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അഭിരുചി പരീക്ഷ നടത്തുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ബേസിൽ വളരെ കൃത്യമായ കൗൺസിലിംഗ് കിട്ടേണ്ടതുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റിയുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കൗൺസിലിംഗ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരിട്ടിരുന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ സ്കില്ലുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുന്നതാണ്. അവസരം ഉപയോഗിക്കുക. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.